അങ്ങനെ വീണ്ടും തുടർച്ചയായി അർജന്റീന മാച്ചിൽ വിജയം കണ്ടെത്തിയിരിക്കുകയാണ്. അത് വേറെ ആരിൽ കൂടെ അല്ല. ഒന്നും അതിശയിക്കാനില്ല, ഒന്നും അത്ഭുതപ്പെടാനില്ല. ലിയോണൽ ആൻഡ്രയോസ് മെസ്സി ഒരത്ഭുതമാണ്, ഒരതിശയമാണ് ആ ഒരു താരം. എന്താണ് ഈ പ്രായത്തിലും, നാളെ 39ാമത്തെ വയസ്സാണ് പുള്ളിക്ക്. നാളെ പുള്ളിയുടെ ബർത്ത്ഡേ ആണ്. ഈ 38-39 വയസ്സിലോട്ട് ആവുന്ന ആ ഒരു സമയത്ത് പോലും താരം കാണിക്കുന്ന ഒരു എഫർട്ട്, താരം ഇടുന്ന ആ ഒരു താല്പര്യം, അത് മറ്റുള്ള കളിക്കാരും എല്ലാം കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. കാരണം പുള്ളിയെ മറികടക്കാൻ പുള്ളിയുടെ റെക്കോർഡിനെ മറികടക്കാൻ ഇനി ആർക്കൊക്കെ കഴിയുമെന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. കാരണം പുള്ളി ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് പോലും ഉണ്ടാക്കാൻ അതിനി ആരുണ്ടാവും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇപ്പം എംബാപ്പെ ഉണ്ട്, യമാലുണ്ട്, എല്ലാം ഉണ്ട്. എന്നാലും ഹാളൻഡ്, ഒത്തിരി പ്രായം റൊണാൾഡോയ്ക്ക് ഇനി ചാൻസ് കുറവാണ്. എന്നാലും കൊച്ചു പ്രായക്കാരൊക്കെ ഉണ്ട്. എന്നാലും പുള്ളി ഈ പ്രായത്തിലും കാണിച്ചത്, 39 വയസ്സിലും കാണിച്ചുകൊണ്ടിരിക്കുന്നതും ഒന്നും എന്താണ്, സാക്ഷാൽ മിശിക. ഇപ്പം നമുക്ക് പറയാനുള്ളതൊന്നുമല്ല. ഇന്നലെ ഓസ്ട്രിയ വേഴ്സസ് അർജന്റീന മാച്ച് ഉണ്ടായിരുന്നു, എല്ലാവരും അറിഞ്ഞാണ്. അതിൽ മെസ്സിയുടെ 2 ഗോളുണ്ട്. കാരണം പുള്ളിക്ക് കുറച്ച് 10-ാം മിനിറ്റിലും കണ്ട് ഒരു പെനാൽറ്റി ഷൂട്ടൗട്ട് കിട്ടിയായിരുന്നു. പെനാൽറ്റി പുള്ളി അത് അടിച്ച് വെളിയിൽ കളഞ്ഞു. മെസ്സിക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ജസ്റ്റ് പോസ്റ്റിന് വെളിയിൽ കൂടെ കുറച്ച് ഒരു സൈഡ് ഉരുമ്മിയാണ് ബോൾ പോയതെങ്കിലും പുള്ളിക്ക് അത് കിട്ടിയില്ല. വെളിയിൽ പോയി, ഗോൾ കിട്ടിയില്ല. പക്ഷെ ആ ഒരു വിഷമം തീർക്കാൻ വേണ്ടി പുള്ളി 38-ാം മിനിറ്റിൽ കളിയെല്ലാം സെറ്റ്, 11 മുതൽ ടീമുകൾക്ക് ഗോൾ അടിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ടീം കളിച്ചു. ഓസ്ട്രിയ അനങ്ങാൻ സമ്മതിച്ചിട്ടില്ല. 38-ാമത്തെ മിനിറ്റിൽ ഒരു കിടുകിടിലൻ മെസ്സിയുടെ ഷോട്ടാണ് അവിടെ വന്നത്. മെസ്സി അങ്ങനെ ഒരു ഗോൾ നേടി. ആ ഒരു ഗോളോടുകൂടെ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കുന്ന ഒരു താരമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ലിയോണൽ മെസ്സി. എന്തെല്ലാം റെക്കോർഡുകളാണെന്നറിയോ ലിയോണൽ മെസ്സി ഈ ഒരു പ്രായത്തിലും വാരിക്കൂട്ടിയെന്നറിയോ. പിന്നെ 95-ാമത്തെ മിനിറ്റിൽ അവിടെയും ഒരു ക്ലിനിക്കൽ ലിയോണൽ മെസ്സിയെ തന്നെയാണ് കണ്ടതെന്ന് പറയാം. അതുപോലെ ഷോട്ടായിരുന്നു ഗോള് പുള്ളി അടിച്ചു. പിന്നെ പാസിങ് ആക്യുറസിയും ഷോട്ടും എല്ലാം നോക്കുകയാണെങ്കിൽ 12 ഷോട്ട് വീതം അർജന്റീന എടുത്തപ്പോൾ ഒരു 6 ഷോട്ടാണ് നമ്മുടെ ഓസ്ട്രിയക്ക് എടുക്കാൻ കഴിഞ്ഞത്. 3 ടാർഗറ്റ് ഉണ്ട് അർജന്റീനയ്ക്ക്. അതിൽ 2 കയറി, 1 മിസ്സായി. അത് പെനാൽറ്റി ഷൂട്ടോടാണെന്ന് തോന്നുന്നു. 2 ഓൺ ടാർഗറ്റ് ഉണ്ട്. ഒരു ഓൺ ടാർഗറ്റ് ഓസ്ട്രേലിയക്കുണ്ട്. 54% പൊസിഷൻ അർജന്റീനയ്ക്കുണ്ട്, 46% ഓസ്ട്രേലിയക്കുണ്ട്. 539 പാസ് മൊത്തം നമ്മുടെ അർജന്റീന കളിച്ചപ്പോൾ 149 പാസ് നമ്മുടെ ഓസ്ട്രേലിയ കളിച്ചു. പാസിങ് ആക്യുറസി 90% അർജന്റീനയ്ക്കുണ്ട്. 85-81% കണ്ട് നമ്മുടെ ഓസ്ട്രേലിയക്കുണ്ട്. 13 ഫൗൾ അർജന്റീന ചെയ്തപ്പോൾ 12 ഫൗളാണ് നമ്മുടെ ഓസ്ട്രേലിയ ചെയ്തത്. 2 യെല്ലോ കാർഡ് അർജന്റീനയ്ക്കുണ്ട്, 1 യെല്ലോ കാർഡ് നമ്മുടെ ഓസ്ട്രേലിയക്കുണ്ട്. ഇതാണ് ഇന്നലത്തെ കളിയുടെ സ്റ്റാറ്റ്. അന്നേരം ആര് കളിച്ചു എന്നൊക്കെ മനസ്സിലായി കാണും. അതുപോലെയാണ് ഇന്നലത്തെ മാച്ച്. അടുത്ത കളി അർജന്റീനയ്ക്ക് ജോർഡനായിട്ടാണ്. അത് ലാസ്റ്റ് കളിയാണ് അവരുടെ ലീഗിൽ. ആ ഒരു ഗ്രൂപ്പ് സ്റ്റേജിൽ ജെ എന്ന ഗ്രൂപ്പ് സ്റ്റേജിൽ അവർ 3 ടീമായിട്ട് ഏറ്റുമുട്ടി. അൾജീരിയ, ഇന്നലെ ഓസ്ട്രിയ, ഇന്ന് അടുത്ത കളി നമ്മുടെ ജോർഡൻ. അതോടെ കഴിഞ്ഞ് അവിടെ ഗ്രൂപ്പ് സ്റ്റേജ് കഴിയണം. അന്നേരം ക്വാളിഫൈ ആയിരിക്കുന്നു അർജന്റീന. നമുക്ക് അടുത്ത വിശേഷങ്ങൾ അടുത്ത കളി കഴിഞ്ഞ് നമുക്ക് കാണാം. എന്നാലും വിശ്വസിക്കാൻ കഴിയുന്നതിനപ്പുറമാണ് നമ്മൾ ലിയോണൽ മെസ്സി ചെയ്തു വെച്ചത് എന്ന് പറയാം. അസാധ്യം. ഈ പ്രായത്തിലും പുള്ളി അസാധ്യമാണെന്ന് പറയാൻ കഴിയും.